നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് പേരുകേട്ട CPM-കാരനാണ്, പരസ്യമായി താൻ പാർട്ടിക്കാരനാണ് എന്ന് നിലപാടെടുക്കും. എന്നാൽ ഇപ്പോഴിതാ ഒരു ഡിവൈഎഫ്ഐ നേതാവ് ഡിവൈഎസ്പിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഡിവൈഎസ്പി പണം വാങ്ങുന്നുവെന്നാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ ആരോപണം. തൊട്ടുപിന്നാലെ ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് രംഗത്തെത്തി. ഉന്നയിച്ച കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടണമെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവിനോട് ബാബു പെരിങ്ങേത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദീകരണം ലഭിച്ചില്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പാർട്ടിക്കൂറ് വിടാൻ തന്റെ കുടുംബം തയ്യാറെടുക്കുന്നുവെന്ന് ഡിവൈഎസ്പി പറയുന്നു. പരസ്യമായി പാർട്ടിക്കൂറ് പ്രഖ്യാപിക്കുന്നു, തന്റെ കുടുംബം പാർട്ടി കുടുംബമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അതും ക്രമസമാധാന ചുമതലയുള്ള ഒരു ഡിവൈഎസ്പി. CPM-ഉമായുള്ള പാർട്ടിക്കൂറ് വിടാൻ തന്റെ കുടുംബം മാനസികമായി തയ്യാറെടുത്തുവെന്നാണ് ഇപ്പോൾ ബാബു പെരിങ്ങോത്ത് വാട്സാപ്പ് സന്ദേശത്തിലൂടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്. ഈ വാട്സാപ്പ് സന്ദേശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഡിവൈഎസ്പി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടാണ് ബാബു പെരിങ്ങേത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് പണം വാങ്ങിയാണ് ബാബു പെരിങ്ങേത്ത് ഡിവൈഎസ്പി പോസ്റ്റിലിരിക്കുന്നത് എന്ന ആരോപണമാണ് ഡിവൈഎഫ്ഐ നേതാവ് ഉയർത്തിയത്. പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കാർക്കല്ലേ അറിയൂ എന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഡിവൈഎഫ്ഐ നേതാക്കൾ തമ്മിലുള്ള പോരിന്റെ ബാക്കിപത്രമാണ്. ഡിവൈഎസ്പി തീവ്രവാദികളിൽ നിന്ന് പണം വാങ്ങുന്നുവെങ്കിൽ അക്കാര്യങ്ങൾ അറിയാവുന്നത് ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് തന്നെ. എന്നാൽ ബാബു പെരിങ്ങോത്ത് പറയുന്നു, കഴിഞ്ഞ കുറെ കാലങ്ങളായി സാമ്പത്തികമായി എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് കടന്നുപോകുന്നത് എന്നെൻ്റെ ഭാര്യ പറയുമെന്നും എന്നെ മർദ്ദകനെന്നോ തെമ്മാടിയെന്നോ നാറിയെന്നോ വിളിച്ചോട്ടെ, ഞാൻ സഹിക്കും. പക്ഷെ മേൽപ്പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ സഹിക്കില്ല എന്ന് ബാബു പെരിങ്ങോത്ത് പറയുന്നു. ജനുവരി 11-നുള്ളിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണം ലഭിച്ചില്ല എങ്കിൽ ഈ നിമിഷം വരെ എതിർത്ത മറ്റൊരു ചിന്തയിലേക്ക് കുടുംബം ഉൾപ്പെടെ മാറുമെന്ന് ബാബു പെരിങ്ങോത്ത് പറയുന്നു. കടുത്ത CPM അനുഭാവിയായ ബാബു പെരിങ്ങോത്തും കുടുംബവും BJP-യിലേക്ക് ചുവടുമാറ്റാനൊരുങ്ങുന്നു എന്ന വാർത്തകളും മറുവശത്ത് പുറത്തുവരുന്നു. മൻസൂർ ആശുപത്രിയിലെ 3-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടയിലായിരുന്നു രജീഷ് വെള്ളാട്ടിന്റെ ആരോപണം. SFI പ്രവർത്തകരെ മർദ്ദിക്കാൻ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ആയിട്ടില്ലെന്നും ഒരു SFI പ്രവർത്തകൻ മതി ബാബു പെരിങ്ങേത്തിനെ തിരിച്ചാക്രമിക്കാനെന്നും ഈ ഡിവൈഎഫ്ഐ നേതാവ് പ്രസംഗിച്ചു. അതിന് തൊപ്പിയും കുപ്പായവും ഊരിവെച്ച് ബാബു പെരിങ്ങേത്ത് കാഞ്ഞങ്ങാട് ടൗണിൽ ഇറങ്ങണമെന്നും വെല്ലുവിളിക്കുകയായിരുന്നു രജീഷ്. സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിനിയാണ് നേരത്തെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഈ സംഭവത്തിൽ കോളേജ് അടങ്ങിയ ആശുപത്രിയിലേക്ക് SFI ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. പ്രകടനമായി എത്തിയ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം മുദ്രാവാക്യം വിളികളുമായി ആശുപത്രി ഗേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. തുടർന്നാണ് പോലീസ് ഇടപെട്ടത്. തുടർന്ന് നടന്ന ഉണ്ടും തള്ളും കൂട്ടത്തല്ലിൽ കലാശിച്ചു. 5 SFI പ്രവർത്തകർക്കും 3 പോലീസുകാർക്കും പരിക്കേറ്റു. ഇതാണ് ഡിവൈഎഫ്ഐ നേതാക്കളെ ചൊടിപ്പിച്ചത്. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് അദിനാൻ, ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി അഭിചന്ദ്, കാസർഗോഡ് ഏരിയ പ്രസിഡന്റ് അനുരാഗ്, തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റ് കാർത്തിക്, യെളേരി ഏരിയ സെക്രട്ടറി അജിത് തുടങ്ങിയവർക്കാണ് മർദ്ദനമേറ്റത്. ഇതിൽ തലയ്ക്കടിയേറ്റ അഭിചന്ദിന്റെയും അനുരാഗിന്റെയും ഒക്കെ സ്ഥിതി ഗുരുതരമാണ്. ഇതോടെ ഡിവൈഎഫ്ഐ കളത്തിലിറങ്ങി. എന്നാൽ നീലേശ്വരം സ്റ്റേഷനിലെ KP അജിത്, AR ക്യാമ്പ് അംഗം ബിനീഷ്, ചീമേനി സ്റ്റേഷനിലെ VK സുരേഷ് എന്നിവർക്ക് പരിക്കേറ്റു. പോലീസിന് ഒരു വശത്ത് പരിക്കേറ്റു, മറുവശത്ത് SFI പ്രവർത്തകർക്കും. ദേഹം നൊന്തതോടെ പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ പോലീസിന് നേർക്ക് ചീറിയെടുത്തു. ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ പരിധിയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 60 പോലീസുകാരെയാണ് സ്ഥലത്ത് വിന്യസിച്ചത്. ഹോസ്റ്റൽ വാർഡനിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റമാണ് ആത്മഹത്യ ശ്രമത്തിലേക്ക് നയിച്ചത് എന്ന ആരോപണമാണ് SFI ഉയർത്തിയത്. വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനായി രാവിലെ ഇന്റേണൽ പരീക്ഷ കോളേജ് നടത്തി എന്ന് നേതാക്കൾ ആരോപിച്ചു. വാർഡനെ പുറത്താക്കണമെന്നും നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ആദ്യം SFI, പിന്നീട് ഡിവൈഎഫ്ഐ മാർച്ചുമായി രംഗത്ത്. പെൺകുട്ടി മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം അബോധാവസ്ഥയിൽ തുടരുകയായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് രാവിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴും പിന്നീട് തിരികെ ഹോസ്റ്റലിലെത്തിച്ചപ്പോഴും വാർഡൻ വിദ്യാർത്ഥിനിയോട് മോശമായി സംസാരിച്ചുവെന്നാണ് ചിലർ പറയുന്നത്. ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് പെൺകുട്ടിയെ ICUവിൽ പ്രവേശിപ്പിച്ചപ്പോൾ വാർഡൻ എത്തിയില്ല എന്ന ആരോപണവും തുടർന്ന് SFI മുഴക്കി. ഈ പ്രശ്നമാണ് പിന്നീട് ഡിവൈഎസ്പിയും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള പരസ്പര പോരിലും ചെളിവാരി എറിയലിലും കലാശിച്ചിരിക്കുന്നത്. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഡിവൈഎസ്പി തങ്ങളെ ചതിച്ചുവെന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കളുടെ പരാതി.
സംഗതി ബഹുജോറ് തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.